അതിവേഗ പാതയ്ക്ക് പുതിയ ഡിസൈനുമായി മെട്രോമാൻ ഇ ശ്രീധരൻ. തിരുവനന്തപുരം കണ്ണൂർ റൂട്ടിൽ പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന ശ്രീധരൻ അതിവേഗ ലൈനിലേക്ക് പത്തനംതിട്ടയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമയവും ചെലവും കുറച്ചുള്ള പുതിയ മോഡലാണ് ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും വന്നില്ലെങ്കിലും മിഷൻ ഓൺ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന മെട്രോമാൻ ഇ ശ്രീധരൻ വ്യക്തമായ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തന്നെ ഇപ്പോൾ ഇതാ വിശദീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻസ് 200 കിലോമീറ്റർ സ്പീഡായിരിക്കും മാക്സിമം ഡിസൈൻ സ്പീഡ്. ഹൈ സ്പീഡ് ട്രെയിൻ എന്ന് തന്നെ പറയാം, അതിവേഗ റെയിൽ എന്ന് പറയാം. അതായത് ഓൾ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഫൈനലൈസ് ചെയ്തു. അലൈൻമെന്റ് ഓഫ് ദി ലൈൻ ഫൈനലൈസ് ചെയ്തു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നീളുന്ന 465 കിലോമീറ്റർ പാതയിൽ സമയം ആകെ വേണ്ടത് 3 മണിക്കൂർ 20 മിനിറ്റാണ്. വന്ദേ ഭാരതിനേക്കാളും സമയലാഭവും മിതമായ നിരക്കും. ഫ്രീക്വൻസി ഓഫ് ദി ട്രെയിൻസ് വളരെ ജാസ്തിയാക്കി വയ്ക്കും. ട്രിവാൻഡ്രത്തിന് കണ്ണൂർക്ക് പോകാൻ 465 കിലോമീറ്റർ, അത് 3 hours 20 minutes കവർ ചെയ്യും. അവിടെയും ചില ആശയക്കുഴപ്പങ്ങൾ ബാക്കിയാണ്. DMRCക്ക് അനുമതി ലഭിച്ചിട്ടില്ല. അതിന് കാരണം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച RRTS പദ്ധതിയാണെന്നും മെട്രോമാൻ പറയുന്നുണ്ട്. DMRC ഓൾറെഡി ലഭിച്ചില്ല, അതിനൊരു കാലോട്ട് അത് അഗെയിൻ മിസ്റ്റേക്ക് ഫ്രം ഹിയർ. അപ്പോഴേക്കും കേരള ഗവൺമെൻറ് ലെറ്റർ അയച്ചു, അവർക്ക് RRT പ്രകാരം ചെയ്യണം. അത് വേറെ മിനിസ്ട്രിയാണ്. അപ്പോൾ റെയിൽവേ മിനിസ്ട്രി ഈസ് വെയിറ്റിംഗ്. ആ മിനിസ്റ്റർ ചെയ്യാൻ പോകണം, ഈ മിനിസ്റ്റർ ചെയ്യാൻ പോകണം, അതിട്ട് വേണം. ഞാൻ പ്രൊപ്പർട്ടി മിനിസ്റ്ററുടെ ഓറൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പം എനിക്ക് പിന്നെ വേറെ ലെറ്ററിൻ്റെ ഒരു ആവശ്യമില്ല. അദ്ദേഹത്തിനും അറിയാം ലെറ്ററിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യില്ല. 75% എലിവേറ്റഡും 20% തുരങ്കമാർഗവും 5% പ്രതലത്തിലും. ഇതാണ് മെട്രോമാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. എന്തായാലും ഒരു പച്ചക്കൊടി മെട്രോമാന് ലഭിക്കേണ്ടതുണ്ട്. എങ്കിലും തനിക്ക് ഒട്ടും സമയം കളയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പദ്ധതിയുടെ വിശദാംശങ്ങളുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.